അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ പുതിനയില വാങ്ങിയിട്ട് ഇന്നതിനെ കഴുകി ഇല ഇറുത്ത് വയ്ക്കാമെന്നും പറഞ്ഞെടുത്തപ്പം കമ്പെല്ലാം നല്ല മുറ്റിയ കമ്പ് പോരെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും വേരും വന്നിരിക്കുന്നു. അപ്പം ഇതിന് മുമ്പ് ഞാനിങ്ങനെ മുറ്റിയ കമ്പ് പുതിനയില ചെടിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ ഒന്ന് നടുന്ന രീതി കാണിച്ചു തരാം. ഈ ഇലകളെല്ലാം പിച്ചിയെടുക്കണം. പിച്ചിയെടുക്കുമ്പം വാടിയ ഇലയെല്ലാം അങ്ങ് മാറ്റിക്കളയണം. മറ്റേ ഇല പിച്ചിയെടുത്തിട്ട് കുരുന്നിലകളുണ്ടല്ലോ അതിനെ പിക്കരുത്, അതിനെ അതിൽ തന്നെ നിർത്തണം. എന്നിട്ട് അതിൻ്റെ മൂട് ഭാഗം വെട്ടി വാടിയിരിക്കുമല്ലോ അതിനെ ചരിച്ചൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് മണ്ണിളക്കി. ഇതിപ്പം ഞാൻ വേറെ ബാഗും മണ്ണും ഇല്ല, വൈകുന്നേരമാണ്, നോയമ്പുമാണ്. അപ്പോൾ തക്കാളി നിന്ന മണ്ണിനകത്ത് ഞാൻ 5-6 കമ്പ് കുഴിച്ചങ്ങ് വെച്ച്. ഇത് കിളിക്കുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ പിന്നെ കുറച്ച് കമ്പ് കൂടെ ഇരിക്കുന്നു, എല്ലാം നല്ല മുറ്റിയ കമ്പ്. ഈ മുട്ടത്തോടും തേയിലക്കൊത്തും ഈ ഇലച്ചെടികൾക്ക് നല്ല വളമാണ്, പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ കഴുകി ഉണക്കിയ മുട്ടത്തോടും കൊത്തുവാണ്. പക്ഷേ ഒരു ഇച്ചിരി ഉള്ളിത്തൊലി കൂടെ അതിൽ കിടന്നു, അത് കുഴപ്പമല്ല. ഉള്ളിത്തൊലി ഇട്ടാൽ ചെടി പൂക്കും. എന്തായാലും ഞാൻ പൊടിച്ചെടുത്ത് കുറച്ച് 5-6 കമ്പ് കൂടെ ഉണ്ട്. കണ്ടോ, കുഞ്ഞിലകൾ അതിൽ നിൽക്കുന്ന. വാടിയ ഇല നിർത്തരുത്, കുഞ്ഞില പച്ചയുള്ള ഇല അതിൽ നിർത്തിയിരിക്കണം. വലുതെല്ലാം മാറ്റിയിട്ട് ആ മണ്ണ് ഞാൻ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ നിറച്ചിട്ട് എല്ലാം ഞാൻ കുഴിച്ച് വയ്ക്കുകയാണ്. ഇനി അത് കിളിച്ച് വന്ന് അതിനെ ഞാൻ മാറ്റി നടുമ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ